സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരാൾ അവന്റെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കണവരാരാ അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 40 ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പള്ളി 40 ലക്ഷത്തോളം രൂപ ഏകദേശം 40 ലക്ഷത്തോളം രൂപ എത്രയില്ല 25 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പള്ളി പണിത്. ഈ പള്ളിയുടെ നിസ്കരിക്കാനൊക്കെ പക്ഷേ ഈ പള്ളിയിലേക്ക് കടന്നു വന്ന് നിസ്കരിക്കുമ്പോൾ നാട്ടുകാർ കാണട്ടെ, തങ്ങൾ കാണട്ടെ, അല്ലെങ്കിൽ ഉസ്താദ് കാണട്ടെ, ഖത്തീബ് കാണട്ടെ, കമ്മിറ്റിക്കാർ ഹമക്ക് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കണവരാണെങ്കിൽ എഴുതി വെച്ചോ, മരിക്കുമ്പോ ഈ മാനോടെ മരിക്കില്ല. പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ എങ്ങനെ നിസ്കരിക്കണം? ഇഖ്ലാസോടെ അദബോടെ നിസ്കരിക്കണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ ഭയങ്കര നിസ്കാരത്തിന് പള്ളിയിൽ നേരത്തെ വരും, എന്നിട്ട് 11 മണിക്കൊക്കെ വന്നിരുന്നിട്ട് ബാങ്ക് വിളിക്കുന്ന സ്ഥലം പള്ളിയിൽ എന്ത് ചെയ്യും? ആൾക്കാർ വരും. ആ സമയത്ത് ഈ ചങ്ങാതി പള്ളിക്കകത്ത് ഭയങ്കര ഒച്ചപ്പാട് ഉമ്മാക്ക് വിളിക്കണം. ഇതെല്ലാം പള്ളിക്കകത്ത് വെച്ച് ചെയ്യണം. ചില ആളുകൾ അല്ലാഹു കാത്തിരിക്കട്ടെ. ചില ആളുകളുണ്ട് രാവിലെ 11 മണിക്ക് വെള്ളിയാഴ്ച വന്നിട്ട് ഒന്നാമത്തെ സഫില് ഇമാമിന്റെ വലത്തെ ഭാഗത്ത് എന്ത് ചെയ്യും? ഒരു വലിയ ടവൽ വിരിച്ചിടും. എന്നിട്ട് ഒരു കുരിയയിലും മംഗലാപുരത്തും കർണാടകയിലും ഒക്കെ മൊത്തം കറങ്ങിയിട്ട് ഖത്തീബ് ഉസ്താദ് അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ എന്ന് പറഞ്ഞുകൊണ്ട് മിമ്പറിൽ കയറി നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യും. ഒട്ടകം കവച്ച് വെച്ച് വരുന്നത് പോലെ ഇവൻ ഇങ്ങനെ കാല് കവച്ച് വെച്ച് ഓരോ സഫും മാന്തി മുമ്പോട്ട് വരും. അല്ലാഹു കാത്തിരിക്കട്ടെ. പള്ളിയിൽ വരുമ്പോൾ മര്യാദ നമ്മൾ കാണിച്ചിരിക്കണം. പള്ളിയുടെ ഒന്നാമത്തെ സഫ് പൈസക്കാർക്കുള്ളല്ല, പള്ളിയുടെ ഒന്നാമത്തെ സഫ് പാവപ്പെട്ടവർക്കുള്ളല്ല. ഇനി ചിലപ്പോൾ നിങ്ങൾ നാളെ വിചാരിക്കും, ഉസ്താദേ എനിക്കിതിന് 1 രൂപ പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഉസ്താദേ. എന്താ പറയണേ? ഈ കുരിയയിൽ 25 ലക്ഷം രൂപ ചെലവാക്കി ഈ പള്ളിക്ക് 1 രൂപയെങ്കിലും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ ഇനി പള്ളിയിലേക്ക് കയറണില്ല എന്നാണ് നിയ്യത്തെങ്കിൽ മാറ്റിവെക്കണം. ഞാൻ പറയാ അല്ലാഹുവിന്റെ മുമ്പിൽ സർവ്വരും അല്ലാഹുവിന്റെ മുമ്പില് പാവപ്പെട്ടവരും പൈസക്കാരും എല്ലാം ഈ പൈസ ഉള്ളവർ ഒരു കാര്യം ചിന്തിക്കണം. ഈ പൈസ പോക്കറ്റിൽ ഇങ്ങനെ വെച്ച് കബറി കൊണ്ടുപോകും. ഇല്ല. ഇന്നിപ്പോ ഞാന് ഒരു ഉച്ചക്ക് ഒരു വീട്ടിൽ ഒരാൾ മരിച്ചു. അദ്ദേഹത്തിന്റെ മരിച്ചതിന്റെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോ വണ്ടി അങ്ങോട്ട് ഇറങ്ങൂല. അപ്പൊ വണ്ടി ഓടിക്കണ പയ്യ എങ്ങനെ നോക്കിയിട്ട് വണ്ടി കേറുന്നില്ല, പുറകോട്ട് കേറുന്നില്ല. കാരണം ഈ ഗ്രാവൽ കിടന്ന് കറങ്ങുക. അപ്പോ പെട്ടെന്ന് ഇവൻ ചെന്നിട്ട് അപ്പുറത്തെ വീട്ടുകാരോട് ചോദിച്ചു, ഇതൊന്ന് തുറന്നു, ഈ ഗേറ്റ് ഒന്ന് തുറന്നു വരുമോ, വണ്ടി വക്കാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് ചങ്ങാതി എന്റെ വാപ്പാക്കും വല്യാപ്പാക്കും കൊച്ചാപ്പാക്കും ഒക്കെ വിളിക്കാം. ആരുടെ എന്റെ ഗേറ്റ് തുറക്കാൻ നീ ആരുടെ, എന്റെ സ്ഥലത്ത് കയറാൻ നീ ആരുടെ, ഒരു വണ്ടി തിരിക്കാൻ പോലും നമുക്ക് സൗകര്യം ചെയ്തു തരാൻ മടിയ അല്ലേ? ഒരു വണ്ടി ഒന്ന് തിരിക്കാൻ പോലും നമുക്ക് ഒരു സ്ഥലം വിട്ടുകൊടുക്കാൻ നമുക്ക് മടിയ. ചോദിക്കട്ടെ, ഈ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കബറിൽ കൊണ്ടുപോകും? ഇപ്പൊ നിങ്ങൾ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോൾ ഒന്നാമത്തെ സഫിൽ യൂസുഫിന് നിൽക്കുക. കമ്മിറ്റിക്കാരെ സന്തോഷം പടച്ചവനെ എന്തെങ്കിലും കിട്ടുമല്ലോ പടച്ചവനെ. അങ്ങനെ കമ്മിറ്റിക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ പടച്ചവനെ നമ്മൾ ഇങ്ങനെ പള്ളിയിൽ കയറി വരിക. പള്ളിയിലോട്ട് കയറി വരുമ്പോ നമ്മൾ ഇങ്ങനെ മാറിയിട്ട് രണ്ടാമത്തെ സഫി നിൽക്കുക. നമ്മൾ മാറിയിട്ട് രണ്ടാമത്തെ സഫി നിൽക്കുക. ഒരിക്കലും പാടില്ല. ഓന്റെ സൈഡിൽ തന്നെ നിസ്കരിക്കാനുള്ള അംഗീകാരം ആര് നമുക്ക് തന്നിട്ടുണ്ട്? അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. യൂസുഫലിയും പെട്ടവനും എല്ലാം ഒന്ന് തന്നെ. APL കാർഡും BPL കാർഡൊക്കെ ഒന്ന് തന്നെ. അതുകൊണ്ട് ഞാൻ പറയാ, ഈ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കണം. അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാൻ നിസ്കരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേരുണ്ട് വെള്ള വസ്ത്രം ധരിച്ച് അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കുന്ന എത്ര പേരാണ്? വെള്ള വസ്ത്രം ധരിച്ചിട്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കുന്ന എത്ര പേരാണ്? നമ്മളിൽ നിസ്കരിക്കുന്നത് പഠിച്ചവനെ പല അക്ഷരങ്ങളും എഴുതിയ പേരിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വിചാരം
വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്ത് സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് പറയാ ഉയർത്തു കുളിച്ച് നല്ല വസ്ത്രം, നല്ല കല്യാണം ബിരിയാണി കഴിക്കാൻ ഈ കൈയുടെ ഭാഗം ചില ഉമ്മ കരിമ്പൻ എടുത്ത് നനഞ്ഞിട്ട് കരിമ്പൻ അടിച്ചിട്ടുണ്ടാവും. ചില ഉമ്മമാരുടെ കരിമ്പൻ തുരുമ്പ് വന്ന് ഓട്ട വീണിട്ടുണ്ടാകും. മച്ച വന്നിട്ട് ചോദിക്കും ഇതൊന്നും മാറ്റിക്കൂടെ? ഭാര്യയോട് ചോദിക്കും ഇതൊന്നും മാറ്റിക്കൂടെ? റജബ് കഴിഞ്ഞു, ശഅബാൻ പകുതി കഴിഞ്ഞു, സത്തി കഴിക്കും, ഇന്നിട്ടോണ്ട് പോയാൽ പെരുന്നാളൊക്കെ വരുമല്ലേ, നോമ്പ് വരുമല്ലേ, നമുക്ക് പുതിയത് വാങ്ങാന്ന് പറയുമ്പോ മിക്ക താത്താമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, വല്ലപ്പോഴും നിസ്കരിക്കണം, എനിക്ക് എന്തിനാ നിസ്കാരക്കുപ്പായം? അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, എന്റെയും എന്റെയും വീട്ടില് എത്ര ഉമ്മമാരുടെ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരക്കുപ്പായം കൊളുത്തിലോ ഹാങ്കറിലോ തൂക്കിയിടുന്ന എത്ര ഉമ്മമാരുള്ള? കുറവാ. എല്ലാവരും എന്ത് ചെയ്യണേ? നിസ്കാരം നിസ്കാരക്കുപ്പായം ഊരിയിട്ട് ഈ പൊറോട്ടയുടെ മാവ് ഇങ്ങനെ കുഴക്കണത് ഇങ്ങനെ കൂട്ടിയിടും. ജുബയും മുണ്ടും മക്കനെ എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇത് ഇങ്ങനെ ചുരുട്ടി ഒരു പായിന്റെ അകത്ത് വെച്ചിട്ട് ചിക്കൻ റോൾ ഇങ്ങനെ നൈസായിട്ട് ചുരുട്ടിയിട്ട് നടുവിൽ നിന്ന് മടക്കിയിട്ട് ഒരു അലമാരയുടെ അടിയിൽ കുത്തി കേട്ടിട്ട് പറയും മഅസ്സലാം, ഇനി ജീവൻ ഉണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച കാണാം, അല്ലെങ്കിൽ അടുത്ത പെരുന്നാളിന് കാണാം എന്ന് പറയുന്ന ചില താത്താമാര്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വേണം നിസ്കരിക്കാൻ. ഇപ്പൊ ഖത്തറിൽ വേൾഡ് കപ്പ് കഴിഞ്ഞു. ഈ വേൾഡ് കപ്പ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിയിട്ടാണ് ഖത്തറിൽ വേൾഡ് കപ്പ് ഉദ്ഘാടിച്ചത്. ഖത്തറിൽ വേൾഡ് കപ്പ് ഒരു 2 കാലില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിയിട്ടാണ് എന്ത് ചെയ്തത് ഉദ്ഘാടിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ആ ഖുർആനിന്റെ അർത്ഥം, ആ ഖത്തറിൽ വേൾഡ് കപ്പ് ഉദ്ഘാടിച്ച ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം എന്താ? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്നിങ്ങനെ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ. എന്നിട്ടതാ നിരവധി തവണയുണ്ടല്ലോ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു കാലി തന്നില്ലേ, അല്ലാഹു കൈ തന്നില്ലേ, അല്ലാഹു ആരോഗ്യം തന്നില്ലേ, അല്ലാഹു ആഫിയത്ത് തന്നില്ലേ, അല്ലാഹു ദീർഘായുസ് തന്നില്ലേ, അല്ലാഹു മറന്നതേ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആരോഗ്യം തന്നു, എന്നിട്ട് നീ അല്ലാഹനെ മറന്നതെന്തേ? ഇത് നമ്മൾ സ്റ്റാറ്റസ് ആക്കിയിട്ട് ഇശാ നിസ്കരിക്കാതെ തർഫിൽ പോയി കളയേണ്ടവരെ, ഇത് നമ്മൾ സ്റ്റാറ്റസ് ആക്കിയിട്ട് സുബഹി നിസ്കരിക്കാതെ ഏതെങ്കിലും ക്ലബിന്റെ ഓഫീസിൽ പോയിട്ട് TV ഓണാക്കിയിട്ട് കളി കണ്ടവരാ. എന്നിട്ട് പള്ളിയിലെ ഖത്തീബിനെ അയച്ചു കൊടുത്തിട്ടുണ്ടാക്കുക സ്റ്റാറ്റസ് ആക്കി. ഖത്തറിൽ വേൾഡ് കപ്പ് ഉദ്ഘാടിച്ചത് ഖുർആൻ കൊണ്ടാ. ഞാൻ പറയാ മോനെ, അല്ലാഹു തന്ന ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും മറന്നുകൊണ്ട് ജീവിക്കാൻ ഒരിക്കലും പാടില്ല. അല്ലാഹുവേ, ആരെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ, അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന്. അല്ലാഹുവേ, അങ്ങനെ മരിക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഇപ്പോ എന്റെ ഈ ഒരു കൈ മുറിഞ്ഞാൽ ഞാൻ നേരെ മംഗലാപുരത്ത് ഏതെങ്കിലും ആശുപത്രിയിൽ പോവാ. അപ്പൊ എന്ത് ചെയ്യും? ഡോക്ടർ പറയും, ഉസ്താദേ കൈ ശരിക്കും മുറിഞ്ഞിട്ടുണ്ട്, ഇത് തുന്നണം എന്ന് പറയും, സ്റ്റിച്ചിടണം എന്ന് പറയും. ഈ സ്റ്റിച്ചിടണമെങ്കിൽ എന്റെ കൈയുടെ ചുറ്റും ഡോക്ടർമാർ എന്ത് ചെയ്യും? ഇഞ്ചക്ഷൻ എടുത്ത് മരവിപ്പിച്ചിട്ട് മാത്രമേ
മാത്രമേ എന്റെ ശരീരത്തിലേക്ക് ഇവര് ഇത് തുന്നാൻ പോകും അല്ലേ? ഇപ്പോ ഇവിടെ ഇരിക്കണ പല ആളുകൾക്കും ഓപ്പറേഷൻ കഴിഞ്ഞവർ, അപ്പുറത്തിരിക്കണ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് സിസേറിയൻ കഴിഞ്ഞവരാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഒരു സഹോദരിക്ക് സിസേറിയൻ ആണെങ്കിൽ സുഖപ്രസവമൊന്നുമില്ല, നോർമൽ പ്രസവമല്ല, സിസേറിയൻ ആണെങ്കിൽ ഡോക്ടർമാർ എന്താ ചെയ്യാ? ഭർത്താവ് എത്ര ഹമുക്കും കണ്ടുപിടിക്കുന്നവനാണെങ്കിലും അവന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തിട്ട് പറയും ഭാര്യക്ക് സിസേറിയന ഒപ്പിട്ട് തരാൻ പറയും. എന്താണ് ഭാര്യക്ക് സിസേറിയന ഒപ്പിട്ട് തരാൻ പറയും. എത്ര കൂപ്പനിട്ടിരിച്ചവനാണെങ്കിൽ ആ സമയത്ത് ഒരു സങ്കടം ഉണ്ടാവും. കാരണം ഉത്തരവാദി കരനട്ടൊപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പറയും എന്റെ ഭാര്യ സിസേറിയന് കയറ്റിക്കൊള്ളാൻ പറയും. സിസേറിയന് കയറ്റുമ്പോ ഈ ഭാര്യയുടെ വയറ്റിലേക്ക് കത്രിക വെച്ച് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർമാര് അനസ്തേഷ്യ എന്ന് പറയുന്നത് കൊടുക്കും. ഇപ്പോ എനിക്ക് നെഞ്ചിലൊരു വേദന, ഞാൻ മംഗലാപുരം ആശുപത്രി ചെല്ലാൻ ഇനി പോയി ചെല്ല. ആ സമയത്ത് ഡോക്ടർമാര് പറയും ഉസ്താദെ ഇറച്ചി കഴിച്ച് ബ്ലോക്കായി ഉസ്താദെ, അതെന്ത് ചെയ്യണം? അത് മാറ്റണമെന്ന് പറയും. ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറയും. ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെങ്കിൽ എന്റെ ശരീരത്തിലേക്ക് കടാര വെക്കണമെങ്കിൽ അതിനു മുമ്പ് എന്റെ ശരീരത്തിലേക്ക് അനസ്തേഷ്യയുടെ മരുന്ന് തന്ന് എനിക്ക് ബോധം പോയതിനു ശേഷം മാത്രമേ എന്നെ എന്ത് ചെയ്യൂ? ഓപ്പറേഷൻ ചെയ്യൂ. അങ്ങനല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചെയ്യാനല്ലോ, ഒരു കത്തി എടുക്കുക, എന്നിട്ട് ഈ കൈ എന്ത് ചെയ്യാം? ഒന്ന് വെറുതെ ഒന്ന് മുറിച്ചു നൈസായിട്ടൊന്ന് മുറിച്ചു നോക്കാം. വേദന എടുക്കോ? സഹിക്കില്ല. എന്നാൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അനസ്തേഷ്യ എന്ന് പറയുന്ന ഈ മരുന്ന് നമുക്ക് തരണത് കൊണ്ട് നമ്മുടെ ശരീരം എന്ത് റാത്തി കൊടുത്താലും നമുക്കറിയോ? വേദന എടുക്കോ? അറിയില്ല. എന്നാൽ ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാനുണ്ട്. ഉർവതങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ട്. ഈ മഹാന്റെ കാല് പഴുത്തു. ഈ മഹാന്റെ പഴുത്തു. ചോരയും ചീഞ്ചലവും മഹാനവറുകള് കാല് മുറിച്ചു കളയണമെന്ന് വൈദ്യന്മാര് പറഞ്ഞു. ഒരു തുള്ളി മരുന്ന് പോലും മഹാനവറുകൾ കുടിച്ചില്ല. പക്ഷേ ഉർവതങ്ങളുടെ കാല് മുറിച്ചു എന്ന് ചരിത്രം പറയും. ഉറുമ്പ് കടിച്ച വേദന പോലും അറിഞ്ഞെടുത്തില്ല. ഉർവതങ്ങൾക്ക് എടുത്തില്ല. കാരണം എന്തേ? ഉർവതങ്ങൾ ആരാ? അത് നമ്മൾ പഠിക്കണം. ഇപ്പോ ഇവിടെ പള്ളിയിൽ അൽഹംദുലില്ലാഹ് ഇന്ന് മഗ്രിബ് തൊട്ട് ഇന്ന് മഗ്രിബ് മുതൽ നിസ്കാരം ഇവിടെ വഖഫ് ചെയ്തു തുടങ്ങി. ഇനി എന്ത് ചെയ്യും? പള്ളിയിൽ ഉസ്താദ് സുബഹിക്ക് വലിയ സൂറത്ത് ഓതുമ്പോൾ ചില ചങ്ങാതിമാരുണ്ട്, ക്ലോക്ക് നോക്കി നിസ്കരിക്കുന്ന ചില ചങ്ങാതിമാര്. ഉസ്താദ് ഇങ്ങനെ വലിയ സൂറത്ത് ബക്കറേന്നൊക്കെ വലിയ ആയത്തൊക്കെ എടുത്ത് ഓതിക്കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ ക്ലോക്ക് നോക്കാം. പഠിച്ചവനെ എന്താ നിർത്താത്ത ചില ചങ്ങാതിമാരുണ്ട്. വന്ന് നിസ്കരിക്കാൻ കൈ കെട്ടുമ്പോൾ ഓർമ്മ വരുന്നത് പഠിച്ചവനെ പുറത്തൂരിയിട്ടിരിക്കണം എന്റെ അഡിഡാസിന്റെ ഷൂ ആരെങ്കിലും എടുത്തോണ്ട് പോകുമോ എന്ന് ചിന്ത പറയണത് ഈ പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം. എത്രയോ താത്താമാര് നിസ്കരിക്കുമ്പോൾ പഠിച്ചവനെ ഓർമ്മ വരുന്നത് മച്ച വൈകിട്ട് ചോറ് കഴിക്കാൻ വരും, എന്ത് വെച്ചു കൊടുക്കുമെന്ന് ചിന്തിക്കണത് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരത്തില. പാടില്ല സ്നേഹത്തിൽ പറയാൻ നിസ്കരിക്കുമ്പോ അതപോടെ നിസ്കരിക്കാൻ ഈ പറയുന്ന ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കണം. ബക്കറ്റ് ഞാൻ എടുത്തിട്ടില്ല. തങ്ങൾ ബക്കറ്റ് ഉൾക്കാടിച്ചു. അപ്പം നിങ്ങളുടെ മുമ്പിൽ ബക്കറ്റ് വരുമ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി സദഖ കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കണേ, ഇനി ഇട്ടിട്ട് ചില്ലറ മാരരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വാഴുന്നതിന് മുമ്പ് അവിടുത്തെ പള്ളിയുടെ ഹത്തീബ് ഉസ്താദ് പിരിക്കാൻ ഇറങ്ങി, കമ്മിറ്റിക്കാരൻ. അപ്പോ ഹത്തീബ് ഉസ്താദ് എന്റെ അടുത്ത് വന്നപ്പോൾ ഒരു തെർമോക്കോൾ വെട്ടിയേട്ടാ വരുന്നത്. തെർമോക്കോൾ ഇങ്ങനെ മൂടിയ വെട്ടിയേട്ടാ. ഞാൻ ചോദിച്ചു ഉസ്താദെ ബക്കറ്റ് ഒന്നും ഇല്ല, തെർമോക്കോളിന്റെ വെട്ടിയേട്ട് വന്നിരിക്കണേ. ഉസ്താദെ ബക്കറ്റ് ആണെങ്കിൽ 500 ഇട്ട ബാക്കി 495 കൊടുക്കും. ഇതാണെങ്കിൽ ഇട്ടാ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹു കൊടുക്കുന്ന സ്വതക്കയിലൊക്കെ ഉറുവതങ്ങളുടെ കാല് മുറിച്ചു കളഞ്ഞു. ഈ കാല് മുറിച്ചപ്പോൾ ഉറുവതങ്ങൾക്ക് വേദന എടുത്തില്ല. കാരണം എന്തേ? ഉറുവതങ്ങളാരാ? പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ അതോടെ തഖ്വയോടെ നിസ്കരിക്കാൻ ഈ പറയുന്ന ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം. ആരാണ് എന്റെ പ്രിയമുള്ളവരെ ഉറുവതങ്ങളെന്നറിയോ? ഉറുവത്ത് ബിൻ സുബൈർ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, ഉസ്താദ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്
എന്ന് പറഞ്ഞുകൊണ്ട് ഉർവതങ്ങള് പടച്ചവനെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉർവതങ്ങളതാ എടുക്കുകയാ, മുസല്ല വിരിക്കുകയാ, നമസ്കരിക്കുകയാ. ഉർവതങ്ങൾ നമസ്കരിച്ചു ഉർവതങ്ങളുടെ കാലുണ്ടല്ലോ പടച്ചവനെ പഴുക്കുകയാ, ചൂടയുണ്ടല്ലോ കടന്നു വരികയാ. മക്കളതാ വൈദ്യന്മാരുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ, വൈദ്യന്മാര് ഉർവതങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഉർവതങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് വൈദ്യന്മാരതാ പരിശോധിക്കുകയാ. എന്നിട്ടതാ ഉർവതങ്ങളോട് പറയുകയാ, മുറിക്കണമല്ലോ, അറുത്തു മാറ്റണമല്ലോ, അപകടമാണ്, ദുരിതമാണ്. ഉർവതങ്ങളോട് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഉർവതങ്ങൾ പറയുകയാ, അനുവാദമില്ല, സമ്മതമില്ല, മുറിക്കാൻ പാടില്ല. കൈ തന്നതല്ലാ, കാല് തന്നതല്ലാ, രോഗം തന്നതല്ലാ, ആഫിയത്ത് തന്നതല്ലാ, ദീർഘായുസ് തന്നതല്ലാ. ഇത് മുറിക്കാൻ കഴിവുള്ളവരല്ലാ. പടച്ചവനെ ഉർവതങ്ങൾ പറയുമ്പോ വൈദ്യന്മാർ ഓടുകയാ. പടച്ചവനെ ദിവസങ്ങൾ കഴിയുകയാ, പടച്ചവനെ ആഴ്ചകൾ കഴിയുകയാ, പടച്ചവനെ മാസങ്ങൾ കഴിയുകയാ. ഉർവതങ്ങളതാ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാ. നമസ്കരിച്ചു ഉർവതങ്ങളെ കാലുണ്ടല്ലോ പടച്ചവനെ വീണ്ടും അതാ പഴുക്കുകയാ. വൈദ്യന്മാര് കടന്നു വരികയാ. എന്നിട്ടതാ പരിശോധിക്കുകയാ. ഉർവതങ്ങളോട് പറയുകയാ, അപകടമാ, ദുരിതമാ, ദുരന്തമാ. കാലതാ മുറിച്ചു കളഞ്ഞില്ലെങ്കിലോ കാലിലെ പഴുപ്പുകളുണ്ടല്ലോ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് പടരുന്നതോ പടർന്നു കഴിഞ്ഞാൽ ഇബാദത്ത് ചെയ്യാൻ, നമസ്കരിക്കാൻ, സുജൂദ് ചെയ്യാൻ കഴിയൂല. ഉർവതങ്ങൾ കരന്നുകൊണ്ട് പറയുകയാ, നമസ്കരിക്കണമല്ലോ, ഇബാദത്ത് ചെയ്യണമല്ലോ, സുജൂദ് ചെയ്യണമല്ലോ, കാല് മുറിച്ചുകൊള്ളുക. വൈദ്യന്മാര് പറയുകയാ, പഴുത്ത കാലാണല്ലോ, ചോര വരുന്ന കാലാണല്ലോ, ഈ കാലിലേക്ക് കടാരയത ഇറക്കി കഴിഞ്ഞാൽ വേദനയതാ താങ്ങാതെ കഴിയൂല, സഹിക്കാതെ കഴിയൂല. വേദനയതാ എടുക്കുന്നതാ. ഉർവതങ്ങളോട് പറയുകയാ, ഒരു കോപ്പ കള്ള് തരാം, ഒരു കോപ്പ മദ്യം തരാം, ഒരു കോപ്പ വീര്യം കൂടിയ കള്ള് തരാം. ഈ കള്ള് കുടിച്ചാൽ ബോധം പോകുന്നതാ. ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ബോധം പോകുന്നതോ ശരീരത്തിലേക്ക് കടാര ഇറക്കിയാൽ അറിയൂല, വേദന എടുക്കൂല. സുബ്ഹാനല്ലാഹ്. പറയുകയാ, കള്ളുണ്ടല്ലോ ഹറാമാ, ഹലാലല്ല, അനുവദനീയമല്ല. വൈദ്യന്മാരോട് പറയുകയാ, കള്ളു കുടിക്കാൻ പാടില്ലോ, അനുവദനീയമല്ലോ, ഹലാലല്ല, ഹറാമോ. പ്രിയമുള്ളവരെ പറയുമ്പോ വൈദ്യന്മാര് ചോദിക്കുകയാ, എങ്ങനാ തങ്ങളെ, എങ്ങനാ തങ്ങളെ മുറിക്കുന്നതങ്ങള്. വൈദ്യന്മാര് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഉർവതങ്ങള് പറയുകയാ, അടുത്ത വക്കത്തിന്റെ സമയമാകുമ്പോ, നമസ്കരിക്കാൻ സമയമാകുമ്പോ, നിസ്കരിക്കാൻ സമയമാകുമ്പോ ഞാനതോ നമസ്കരിക്കാൻ കൈകെട്ടുന്നതോ ആ സമയത്തിന്റെ കാലം മുറിക്കുക, എനിക്ക് വേദന എടുക്കൂല. വൈദ്യന്മാര് പേടിക്കുകയാ. അടുത്ത വക്കത്തിന്റെ സമയമാകുമ്പോ നിന്ന് ബാങ്ക് കൊടുക്കുകയാ. ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്
എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ ബാങ്ക് കൊടുക്കുമ്പോ തങ്ങളതാ നെയ്യത്ത് വെക്കുകയാ, കൈകെട്ടുകയാ, വജ്ജഹത്ത് ഓതുകയാ, ഫാത്തിഹ ഓതുകയാ. നരകത്തിന്റെ അദാബുകളെ കുറിച്ചുള്ള, നരകത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ചുള്ള ആയത്തുകളുണ്ടല്ലോ, ഓതുകയോ പാരായണം ചെയ്യുകയോ. വൈദ്യന്മാര് കടന്നു വരികയാ, ഉറവനങ്ങളുടെ കാല് മുറിക്കുമ്പോ ഉറവനങ്ങൾക്ക് വേദന എടുത്തില്ല. എന്തുകൊണ്ടോ ഉറവനങ്ങൾ നിസ്കരിക്കുമ്പോ ദുനിയാവുമായി ബന്ധമില്ല, ഉറവനങ്ങൾ നിസ്കരിക്കുമ്പോ കുടുംബമായി ബന്ധമില്ലോ, ദുനിയാവുമായി ബന്ധമില്ലോ, രോഗമായി ബന്ധമില്ല. എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് പോയിട്ട് അതവില്ലാതെ നിസ്കരിക്കുന്നവരെ, റമദാൻ മാസത്തിൽ മാത്രം പള്ളിയിൽ കയറുന്നവരെ, നോമ്പ് തുറക്ക് മാത്രം പള്ളിയിൽ കയറുന്നവരെ, ചീരണിയുണ്ടെങ്കിൽ മാത്രം പള്ളിയിൽ കയറുന്നവരെ പാടില്ല. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് അതവോടെ തഖ്വയോടെ ആരെങ്കിലും ഒരാൾ പടച്ചവനെ നിസ്കരിച്ചാൽ മരിക്കുമ്പോ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ തങ്ങള് നിസ്കരിക്കുന്ന സമയത്ത് പൂർവ്വതങ്ങൾക്ക് ദുനിയാവുമായി ബന്ധമില്ല. പറയണേ, നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാൻ നിസ്കരിക്കണവരാരാ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഒന്ന് ഖുർആൻ ഓതുന്നവരാരാ അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. രണ്ട് ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യൂലേ? ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, ഞാൻ ചെയ്ത എനിക്ക് കൊള്ളാം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. പള്ളിയിൽ വന്നാൽ അതുപോലെ നിസ്കരിച്ചോണം. നമ്മൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഈ സാധുക്കള് പലരുടെയും മുമ്പിൽ തങ്ങളൊക്കെ എത്രയോ പേരുടെ മുമ്പിൽ ഇസ്സത്ത് പറഞ്ഞിട്ട് കൈനീട്ടിട്ടുണ്ടാവും. അത് നിങ്ങളുടെ നാട്ടിലെ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറയാ, പള്ളി വെറുതെ കിടന്നാലും പോരാ, അവിടെ നിസ്കരിക്കണം, സജീവമായി എന്ത് വേണം? ആള് വേണം. അവിടെ ദിക്ർ ഹൽക്ക നടക്കണം, സലാത്ത് ഹൽക്ക നടക്കണം, മൗലിദ് നടക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ അതെല്ലാം കബൂലാക്കണേ, അല്ലാഹ് സ്വീകരിക്കണേ, അല്ലാഹ് 25 ലക്ഷം എന്ന് പറയുന്നത് അത് ഓരോ ആളുകളും വിയർപ്പിന്റെ പ്രിയപ്പെട്ടവർ ഒഴുക്കിയിട്ട് കൊടുത്ത പൈസ. 25 ലക്ഷം എന്ന് പറയുന്നത് ഒരാൾക്കും വെറുതെ കിട്ടിയ പൈസയില്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. ഓരോ രൂപയും ഈ പള്ളിക്ക് വേണ്ടി കൊടുത്തത്. അപ്പൊ ഈ പള്ളി എന്ത് ചെയ്യാൻ പാടില്ല? വെറുതെ ആകാൻ പാടില്ല. അവിടെ നിസ്കരിക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം? അതോടെ നിസ്കരിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. മൂന്ന് ആരെങ്കിലും വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിച്ചുകൊണ്ട് മരിച്ചാൽ അവര് മരിക്കും, ഈമാനോടെ മരിക്കുമെന്ന് ഹബീബന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിച്ചു മരിക്കണവരാരാ അവര് മരിക്കും, ഈമാനോടെ മരിക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, വാപ്പയും ഉമ്മയും മരിച്ചവരും മരിക്കാനുള്ളവരല്ല കേട്ടോ. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ, അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. അല്ലേ? അവരുടെ ചാരെ പോയിട്ട് ആഴ്ചയിൽ 7 ദിവസം സിയാറത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ സിയാറത്ത് ചെയ്യണം. ഉസ്താദേ ഗൾഫിലാ ഉസ്താദേ, ഞങ്ങൾ ദൂരത്താ ഉസ്താദേ, ജോലി ആവശ്യത്തിനൊക്കെ ഉസ്താദേ, ഒരു ദിവസമെങ്കിലും സിയാറത്ത് ചെയ്തിട്ട് ബാക്കി ദിവസം ഒരു ഫാത്തിഹയും ഒരു യാസീനും അവരുടെ ഖബറിന്റെ ചാരത്തേക്ക്, ഒരു മുൽക്ക് സൂറത്തും അവരുടെ ഖബറിന്റെ ചാരത്തേക്ക് കഴിയണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഉമ്മയും വാപ്പയും മരിച്ചുപോയി, നമ്മളിൽ എത്ര പേരുണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും ഖബറിന്റെ ചാരത്തേക്ക് ഒരു ദിവസം ഒരു ഫാത്തിഹ അല്ലെങ്കിൽ ഒരു യാസീൻ, ഒരു മുൽക്ക് സൂറത്ത് ഹദിയ ചെയ്യുന്ന എത്ര മക്കളാ ഉള്ളത്? ആരുമില്ല. ഞാൻ ചോദിക്കട്ടെ, ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉമ്മയുടെയും വാപ്പയും നമ്മൾ നോക്കിയവരാണ്. അവരാ ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഞാൻ എത്രയോ നല്ല രീതിയിൽ നോക്കിയതാ അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ എത്രയോ നല്ല രീതിയിൽ നോക്കിയതാ അല്ലാഹ്, എന്നിട്ട് അവൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ അല്ലാഹ്, അവൾ എനിക്കൊരു സൂറത്ത് പോലും ഹദിയ ചെയ്യുന്നില്ലല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധുക്കളുടെ പ്രിയപ്പെട്ടവരെ ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് കരയുന്നുണ്ടാവും. നിങ്ങളോട് പറയാ, അവരുടെ ഖബറിലേക്ക് ഒരു ദിവസം ഒരു ഫാത്തിഹയെങ്കിലും നമ്മളെ കൊണ്ട് ഹദിയ ചെയ്യാൻ കഴിയണം. ഇപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ ഉസ്താദ് നരകത്തിനെ തൊട്ട് കാവൽ തേടി, ഈ പള്ളിക്കകത്ത് ഇരുന്നിട്ട് നരകത്തിനെ തൊട്ട് എന്ത് ചെയ്തു? കാവൽ
തേടി അല്ലാഹുമ്മ അജ്റിനാ പടച്ചവനേ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ് കാക്കണേ അല്ലാഹ് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരോട് പറയുകയാ അടുത്ത വെള്ളിയാഴ്ച എന്റെ പ്രിയമുള്ളവരെ കാത്തു നിൽക്കണ്ട ഇന്നത്തെ രാത്രിയുണ്ടല്ലോ വീട്ടിലേക്ക് കടന്നു ചെല്ലുക എന്നിട്ടതാ ചെയ്യേണ്ടതെന്താ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ സഹാബാ നരകത്തിൽ നിന്ന് കാവല് വേണോ നരകത്തിൽ നിന്ന് സംരക്ഷണം വേണോ നരകത്തിൽ നിന്ന് രക്ഷ വേണോ ഏതാണ് മാർഗം അറിയോ കപ്പല ഐനൈഹി ഖാന ലഹു സിദ്റം മിനന്നാർ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്താൽ അത് നരകത്തിൽ നിന്ന് കാവലാണെന്ന് ഹബീബിന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മക്ക് മുത്തം കൊടുത്താൽ അത് നരകത്തിൽ നിന്ന് കാവലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയണേ വാപ്പയെയും ഉമ്മയെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണം ചില മക്കൾക്ക് ഉമ്മയോട് ഭയങ്കര സ്നേഹമാണ് ഉമ്മയോട് ഭയങ്കര സ്നേഹം സ്വന്തം വാപ്പാനെ ദജ്ജാലിനെ പോലെ ചില മക്കളുണ്ട് അല്ലാഹു ഈമാൻ നൽകട്ടെ അല്ലാഹു കാത്തിരിക്കട്ടെ പാടില്ല ഉമ്മ സ്വർഗ്ഗത്തിന്റെ കവാടമാണെങ്കിൽ വാപ്പ സ്വർഗ്ഗത്തിന്റെ മധ്യ കവാടമെന്ന് ഹബീബിനാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലമ തങ്ങൾ ചോദിച്ചു സഹാബാ നിങ്ങളുടെ ഉമ്മമാരെ നിങ്ങളെ എത്ര മാസം ഗർഭചുമന്നു സഹാബത്ത് പറഞ്ഞു 9.5 മാസം എന്താ പറഞ്ഞേ 9.5 മാസം അല്ലാഹുവേ സയ്യിദ് ബിൻ അസ്ലമ തങ്ങൾ ചോദിച്ചു സഹാബാ നിങ്ങളുടെ വാപ്പമാർ നിങ്ങളെ എത്ര മാസം ഗർഭചുമന്നു സഹാബത്ത് പറഞ്ഞു വാപ്പ പറഞ്ഞു എങ്ങനെ ഗർഭചുമക്ക വാപ്പമാരെ ആണുങ്ങൾ എങ്ങനെ ഗർഭചുമക്ക സയ്യിദ് ബിൻ അസ്ലമ തങ്ങൾ പറഞ്ഞു സഹാബാ നിങ്ങൾക്ക് തെറ്റി എന്താ പറഞ്ഞേ നിങ്ങൾക്ക് തെറ്റി കാരണം ഉമ്മമാരും സഹോദരിമാരും 9.5 മാസം നിങ്ങളെ പ്രസവിച്ച് ദുനിയാവിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു പ്രാപ്തിയാകുന്നത് വരെ നിങ്ങൾക്കൊരു ജോലിയാകുന്നത് വരെ നിങ്ങൾക്കൊരു ശമ്പളമാകുന്നത് വരെ നിങ്ങളെ അൽഹംദുലില്ലാഹ് തോളിലേറ്റി ഗർഭം ചുമക്കുന്നത് അത് നിങ്ങളുടെ വാപ്പമാരാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലമ തങ്ങൾ പറയുമ്പോ വാപ്പയോട് എത്രയോ മക്കളാ വാപ്പ ചിരിച്ചില്ല അതാ കാരണം വാപ്പ ഒന്ന് അടിച്ചു അതാ കാരണം അല്ലാഹുവിനെ കാത്തിരിക്കണേ അല്ലാഹ് നൽകണേ അല്ലാഹ് അപ്പോൾ മരിക്കുമ്പോൾ ഈമാനോട് മരിക്കണമെങ്കിൽ ഒന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് ചെയ്യണം രണ്ട് എന്ത് ചെയ്യണം നിസ്കരിക്കണം 3 എന്ത് ചെയ്യണം വാപ്പയുടെ പൊരുത്തം വാങ്ങണം 4 അതും കൂടി പറഞ്ഞോടെ 10 മിനിറ്റ് കൂടി ഇരുന്നൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയണത് നിങ്ങളുടെ മുമ്പിൽ ബക്കറ്റ് വന്നോ ബക്കറ്റ് വരാത്തവരുണ്ടോ ബക്കറ്റ് വന്നു അതിലേക്ക് പൈസ ഇട്ടോ ആരെങ്കിലും സദഖ കൊടുത്താൽ ആരെങ്കിലും നന്മ ചെയ്താൽ അവർ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനധർമ്മം കൊടുത്താൽ നന്മകൾ ചെയ്താൽ പാവങ്ങളുടെ കണ്ണുനീര് എന്റെ പ്രിയപ്പെട്ടവരെ ഒപ്പിയെടുക്കാൻ എന്നെയും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പള്ളിക്ക് വേണ്ടി ഒരു രൂപയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1 രൂപ 1000 കൊടുക്കണമെന്നില്ല കോടികൾ കൊടുക്കണമെന്നില്ല ലക്ഷങ്ങൾ കൊടുക്കണമെന്നില്ല മുത്തുനബി പറഞ്ഞു 1 രൂപയെങ്കിലും സദഖയുടെ പ്രതിഫലമായിട്ട് ലക്ഷ്യം വെച്ച് കൊടുത്താൽ നന്മയുടെ പ്രതിഫലമായി ലക്ഷ്യം വെച്ച് കൊടുത്താൽ അൽഹംദുലില്ലാഹ് ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ഇപ്പോ ഇതിന്റെ പള്ളിയുടെ പരിപാലകരും കമ്മിറ്റിക്കാരും കൂടി തങ്ങളും കൂടി ഹിയത്തങ്ങളും ഈ പള്ളിയുടെ പണി നടക്കുന്ന സമയത്ത് പല ആളുകളുടെ വീട്ടിലേക്ക് ഒരു കയറി ചെന്നു ആ സമയത്ത് പല ആളുകളും ഇവരെ കണ്ട് പേടിച്ചോടിയവരൊക്കെ ഉണ്ടാവും പടച്ചവനെ പിരിക്കാൻ വരുന്നു പടച്ചവനെ പള്ളിക്ക് വേണ്ടി കൊണ്ടുപോകാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് മാറി നിന്നവരുണ്ടാവും നമ്മുടെ കയ്യിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ കൊടുക്കൂല ഇപ്പൊ ബക്കറ്റ് നിങ്ങളുടെ എന്റെ മുമ്പിലേക്ക് ബക്കറ്റ് വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞത് പേഴ്സ് എടുത്തിട്ടില്ലെന്നാ
എന്താ പറഞ്ഞ പേഴ്സ് എടുത്തിട്ടില്ലെന്നാ പറഞ്ഞ. മുത്തുനബിയുടെ ചോദിച്ചാലും മുത്തുനബി കൊടുക്കാതിരിക്കൂല. മുത്തുനബിയുടെ മുമ്പിൽ ആര് വന്ന് എന്ത് ചോദിച്ചാലും മുത്തുനബി എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. കാരണം എന്തേ? ഈ ലോകത്തിന്റെ പ്രവാചകൻ, ഈ ലോകത്തിന്റെ ഹബീബ പുന്നാര നബിയേ കാണുന്നതെന്നാ പുന്നാര റൗളയിൽ പോകുന്നതെന്നാ പൂമാണം വീശുന്ന റൗള സുവനത്തിൽ പോകുന്നതെന്നാണ് ഹൃദയോ ചേരുന്നതെന്നാണ് പാപിയാം ഞാനിന്ന് പാതിര നേരത്ത് പരനോട് യാചിക്കുന്നേ പ്രാവുകൾ പാടുന്ന പാവന റൗളയിൽ കാണാൻ കൊതിയാകുന്നേ മനസ്സിന്റെ ദാഹോ തീരുന്നതെന്നാ പോകുന്നതെന്നാണ് പുന്നാര നബിയേ കാണുന്നതെന്നാ പുന്നാര റൗളയിൽ പോകുന്നതെന്നാ പൂമാണം വീശുന്ന റൗള സുവനത്തിൽ പോകുന്നതെന്നാണ് ഹൃദയോ തൂകുന്നതെന്നാണ് റസൂലുള്ളാഹിയുടെ മുമ്പിൽ ആര് വന്നെന്ന് ചോദിച്ചാലും അല്ലാഹുവിന്റെ റസൂല് കൊടുക്കാതിരുന്നിട്ടില്ല. കാരണം ലോകത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്നത് ഹബീബാണ്. ലോകത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന് കരുണയായി വന്നിട്ടുള്ളവരാണ്. ഒരിക്കല് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുമ്പിൽ ഒരു പാവപ്പെട്ട യാചകൻ എന്ത് ചെയ്തു? കൈ നീട്ടി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ രണ്ട് കാലിഗ്രാഫി ലേലം ചെയ്യാനുണ്ട്. പുറത്ത് നിൽക്കുന്നവരൊക്കെ തീർന്നു. ഒരു 10 മിനിറ്റ് ഒരിക്കല് മുത്തുനബിയുടെ ആര് വന്നു? ഒരു യാചകൻ കടന്നു വന്നു. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു യാചകനുണ്ടല്ലോ. പടച്ചവനെ കടന്നു വരികയാ. ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ദാരിദ്ര്യമാ സങ്കടമാ നൊമ്പരമാ ഭക്ഷണമില്ല വിശപ്പ് മാറ്റുമോ? ലോകത്തിന്റെ പ്രവാചകനോടെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുകയാ. ആയിഷ ബീവിയതാ പറയുകയാ, ഇല്ല നബിയേ ദാരിദ്ര്യമാ സങ്കടമാ അല്ലാഹുവിന്റെ റസൂൽ കൈവിടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ യാചകനെ കൈപിടിക്കുകയാ. പടച്ചവനെ ദൂരത്തേക്ക് കാണിക്കുകയാ. എന്നിട്ടതാ പറയുകയാ, ആ കാണുന്ന വീടുണ്ടല്ലോ അതാരുടെ വീടാ? അത് ഫാത്തിമയുടെ വീടാ. അവിടെ ചെന്നുകൊണ്ട് ഭക്ഷണം ചോദിച്ചാൽ ഫാത്തിമയതാ ഭക്ഷണം തരുന്നതാ. ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ ഫാത്തിമയുടെ ചാരത്തേക്ക് പറഞ്ഞു വിടുകയാ. യാചകനുണ്ടല്ലോ ഫാത്തിമയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമയോട് യാചകനതാ പറയുകയാ, റസൂലുള്ള പറഞ്ഞു വിട്ടതാ, കഴിക്കാൻ ഭക്ഷണം തരുമോ? വെള്ളം തരുമോ? ഫാത്തിമയതാ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാ. അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് പടച്ചവനെ പാത്രങ്ങൾ പരതുകയാ. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ പഴങ്ങളില്ല. ഫാത്തിമയതാ കരയുകയാ. ഹസൻ ഹുസൈനും ഉണ്ടല്ലോ പുതച്ചിരിക്കുന്ന പുതപ്പന്റെ പ്രിയമുള്ളവരെ എടുക്കുകയാ. എന്നിട്ടാ യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോ യാചകനതാ പറയുകയാ, പുതപ്പ് വേണ്ട, ഭക്ഷണം വരുമോ? ഫാത്തിമയതാ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടതാ സുജൂദിൽ കിടക്കുകയാ. ആരോട് കരഞ്ഞുവെന്ന് ചോദിക്കുകയോ? പടച്ചവനെ റസൂലുള്ള പറഞ്ഞു വിട്ടിട്ട്
ഭക്ഷണം തന്നു. ഫാത്തിമ വെള്ളം തന്നു. ഫാത്തിമ പാനീയം തന്നു. അള്ളാന്റെ റസൂലിനോട് യാചകൻ പറഞ്ഞു, ഇല്ല നബിയെ, ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് തന്നില്ല. എനിക്ക് തന്നത് ഒരു മാലയാണ് നബിയെ. എന്താ പറഞ്ഞേ? എനിക്കൊരു മാലയാണ് തന്നത് നബിയെ. ലോകത്തിന്റെ പ്രവാചകൻ ചോദിച്ചു, ആ മാലയാണോ തന്നത്? ഏത് മാലയാണ് തന്നത്? ഈ മാല തന്നപ്പോ അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ കരഞ്ഞു നബിയെ. എന്താ പറയണേ? അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമ കരഞ്ഞു നബിയെ. അല്ലാഹു റസൂൽ ചോദിച്ചു, ആ മാല എനിക്ക് കാണിച്ചു തരുമോ? അല്ലാഹുവേ, യാചകൻ ആ മാല എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പ്രവാചകന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഈ മാല കാണുമ്പോൾ അല്ലാഹു റസൂൽ കരഞ്ഞു. അല്ലാഹു റസൂൽ ചുംബനം കൊടുത്തു മാലയിലേക്ക്. സഹാബത്ത് കരഞ്ഞിട്ട് ചോദിച്ചു, നബിയേ, എന്തിനാ നബിയെ കരയണേ? അങ്ങ് എന്തിനാ നബിയെ സങ്കടപ്പെടണേ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബ, ഈ മാല ആരുടെ തന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജയുടെ മാലയാണ്. ഇതെന്റെ ഭാര്യയാകുന്ന ഖദീജയുടെ മാലയാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, ഒരുപാട് സമ്പത്ത് എനിക്ക് അല്ലാഹു തന്നു. അത് മുഴുവനും ദീനിനു വേണ്ടി കൊടുത്തു. അത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി കൊടുത്തു. ഇനി എന്റെ കയ്യിൽ ആകെ തരാനുള്ളത് ഈ മാല മാത്രമാണ്. ഇത് ഞാൻ നിനക്ക് ഓർമ്മയ്ക്കായിട്ട് സമ്മാനമായിട്ട് തരികയാണെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്ന ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹുവേ, ഈ മാലയാണ് ഒരു പാവപ്പെട്ട യാചകൻ ആര് കൊടുത്തത്? ലോകത്തിന്റെ പ്രവാചകന്റെ പൊന്നുമോൾ ഫാത്തിമ ബീവി ഊരി കൊടുത്തു. നോക്കിങ്ങള് നിങ്ങൾ പട്ടിണി കിടന്നു. പ്രവാചകൻ പട്ടിണി കിടന്നു. ഒരിക്കല് ഹസനും ഹുസൈനും മുലപ്പാല് ലഭിക്കാതെ ബഹുമാനപ്പെട്ട ഹസനും ഹുസൈനും നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞു. ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഫാത്തിമ, നീ എന്തേ ഹസനും ഹുസൈനും മുലപ്പാല് കൊടുക്കാത്തതെന്തേ? ഹസനും ഹുസൈനും മുലപ്പാല് കൊടുക്കാത്തതെന്തേ? അന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ പൊന്നുമോൾ ഫാത്തിമ എന്ന് പറയുന്ന ഞാനുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായി, മരുന്ന് കഴിച്ചിട്ട് ആഴ്ചകളായി, എന്റെ മാറിൽ നിന്ന് പാല് വരുന്നില്ല നബിയേ, എന്റെ മാറിൽ നിന്ന് ചോരയാണ് വരുന്നത് നബിയേ എന്ന് പറഞ്ഞ സമയം പോലും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പോലും ഊരി കൊടുക്കാത്ത മാല ഒരു പാവപ്പെട്ട യാചകന് വേണ്ടി ഊരി കൊടുത്തെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ സ്നേഹത്തിൽ പറയാ, ഒരു രൂപയെങ്കിലും സദഖ കൊടുക്കണവരാരാ? ഈ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നവരാരാ? തീർച്ചയായിട്ടും അവരെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിനാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഒന്ന്, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. രണ്ട് നിസ്കരിക്കുമ്പോൾ ഇഖ്ലാസോടെ നിസ്കരിച്ചാൽ അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. മൂന്ന് അമ്മയുടെ പൊരുത്തം കാണിച്ചാൽ അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. നാല് ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അൽഹംദുലില്ലാഹ് ഒരു രൂപയെങ്കിലും നന്മയുടെ പ്രതിഫലമായിട്ട് സദഖയ്ക്ക് വേണ്ടി കൊടുത്താൽ തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ രാത്രി മരിച്ചാൽ, ഇന്നത്തെ രാത്രി ഞാൻ മരിച്ചാൽ, ഇന്നത്തെ രാത്രി നിങ്ങൾ മരിച്ചാൽ എന്തുണ്ട് നമ്മുടെ കബറിൽ? എന്തുണ്ട് നമ്മുടെ കബറിൽ? അല്ലേ? നബി പറയുന്നുണ്ട്, എന്നെ നിങ്ങളെ കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് വെച്ചാൽ നമ്മുടെ കബറിന്റെ പുറത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മൂടുപലക വെക്കുമ്പോ അതിന്റെ ഇടയിലെ ദ്വാരങ്ങൾ പച്ചിലകളും പുല്ലുകളും എന്റെ പ്രിയപ്പെട്ടവരെ മായ്ച്ചു കളയും. എന്നിട്ട് മണ്ണിങ്ങനെ വാരിയിടും. എല്ലാവരും പിരിഞ്ഞു പോകും. എന്നാൽ ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഒരാളാ കബറിനകത്ത് കിടക്കുമ്പോ വലത്തെ കൈയുടെ ഭാഗത്തുകൂടി ഒരു പ്രകാശം വരുവല്ല. വലത്തെ കൈയുടെ ഭാഗത്തുകൂടി ഒരു പ്രകാശം വരുവല്ല. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും സദഖ കൊടുത്താൽ അവര് നാളെ കബറിന്റെ അകത്ത് കിടക്കുമ്പോ അവരുടെ വലത്തെ കൈയുടെ ഭാഗത്തുകൂടി പ്രകാശം വരുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പള്ളിക്ക് വേണ്ടി 25 ലക്ഷം രൂപ നിങ്ങൾ എല്ലാവരും പല നാട്ടുകാരാണ് എടുത്തവരാ. ആ കൊടുത്തവരൊക്കെ നാളെ കബറിൽ കിടക്കുമ്പോൾ സന്തോഷം എന്റെ പ്രിയപ്പെട്ടവരെ അനുഭവിക്കണത്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ആഹത്തിലാക്കണേ അല്ലാഹ്, ഇസ്സത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് 2 കാലിഗ്രാഫി ഉണ്ട്.
ഇൻഷാ അല്ലാഹ് ഇന്നത്തേക്കുള്ള ഭക്ഷണം നിരീക്കണം അൽഹംദുലില്ലാഹ് പേര് പറയേണ്ടെന്ന് പറഞ്ഞ ഇൻഷാ അല്ലാഹ് ഒരു സഹോദരനാണ് അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാഹ് പടച്ചവനെ പേര് പറയാത്ത സഹോദരനാണ് അല്ലാഹുവേ പേര് വിളിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടത്തുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് റാഹത്തിലാക്കണേ അല്ലാഹ് പടച്ചവനെ ക്യാൻസർ കൊടുക്കല്ലേ അല്ലാഹ് ട്യൂമർ കൊടുക്കല്ലേ അല്ലാഹ് മൈഗ്രെയിൻ കൊടുക്കല്ലേ അല്ലാഹ് കാലവിപത്തുകൾ കൊടുക്കല്ലേ അല്ലാഹ് ഈമാൻ കൊടുക്കണേ അല്ലാഹ് ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് മദീനയും മക്കയും കാണാൻ മരിപ്പിക്കല്ലേ അല്ലാഹ് ബിസിനസ്സിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് സമ്പത്തിന് വർധനവ് കൊടുക്കണേ അല്ലാഹ് കണ്ണീർ കൊടുക്കല്ലേ അല്ലാഹ് പടച്ചവനെ അപകട മരണങ്ങളോ ദുരിതങ്ങളോ ദുരന്തങ്ങളോ കാലവിപത്തുകളോ കൊടുക്കല്ലേ അല്ലാഹ് ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് റാഹത്തിലാക്കണേ കബൂലാകട്ടെ സ്വീകരിക്കുമാറാവട്ടെ പുറത്തിൽ അകത്തേക്ക് കയറിയിരുന്ന ഇൻഷാ അല്ലാഹ് സന്തോഷം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ ഒന്ന് ഉസ്താദിന്റെ മകള് വരച്ചത് അല്ലേ ഒന്ന് ഉസ്താദിന്റെ മോള് ഇതല്ലേ ഉസ്താദിന്റെ മോള് ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹു കബൂൽ ചെയ്തിരിക്കുമാറാവട്ടെ അല്ലാഹു എല്ലാ പ്രതിഫലങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ് ഇതൊരു സംഖ്യ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു രൂപയെങ്കിലും അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിക്ക് ഈ പൈസ പള്ളിക്കാണ് ഇതിന്റെ ചെലവിനാണ് ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ ചെലവിനാണ് അപ്പോ ഈ പൈസ ഒന്നും എന്ത് ചെയ്യൂല വെറുതെ ആകൂല ഒരു സംഖ്യ വിളിക്കണ എത്ര കേട്ടില്ല 313 കലണ്ടർ മുസ്തഫ അപ്പുറത്ത് എല്ലാവർക്കും പങ്കെടുക്കാം പെണ്ണുങ്ങളുടെ ഭാഗത്താണെങ്കിൽ അവർക്കും പങ്കെടുക്കാം കലണ്ടർ മുസ്തഫ 2000 രൂപ അല്ലാഹുവേ പടച്ചവനെ കബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ ആയത്തുൽ കുർസിയാണ് ഒരു വീട്ടിൽ ആയത്തുൽ കുർസി ഉണ്ടെങ്കിൽ മലക്കുകളുടെ പൊരുത്തമുണ്ടെന്ന് പഠിക്കുമ്പോൾ മലക്കുകളുടെ കാവലുണ്ടെന്ന് പറയുമ്പോൾ ആ സാധുവായ സഹോദരൻ അല്ലാഹ് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് പതിരീകളുടെ കാവല് കൊടുക്കണേ അല്ലാഹ് ഖുർആനിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാഹ് പടച്ചവനെ വീട്ടിൽ സമ്പത്ത് കൊടുക്കണേ അല്ലാഹ് ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാഹ് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് മറന്നുപോയ കുടുംബാദികളുടെ മണ്ണറോ മടിയറയാക്കണേ അല്ലാഹ് റഫീഖ് 2500 അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ കബൂലാക്കണേ അല്ലാഹ് ഉസ്താദേ ആയത്തുൽ കുർസിയല്ലേ ഒരു പൊന്നുമോള് വരച്ചതാ അല്ലാഹു ആ പൊന്നുമോളെ നീ ഹാഫിദത്താക്കണേ അല്ലാഹ് പടച്ചവനെ നീ കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ 2500 പറഞ്ഞ സഹോദരനോ അല്ലാഹുവേ മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറോ വിശാലമാക്കണേ അല്ലാഹ് അല്ലാഹുവേ കബൂലാക്ക് റബ്ബേ പടച്ചവനെ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുവേ അസ്യാക്കണേ അല്ലാഹ് പള്ളിയുടെ അയ്യൂബ് പള്ളിയുടെ പ്രസിഡന്റ് അൽഹംദുലില്ലാഹ് 4000 രൂപ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ കബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാഹ് ربه لم يعرف ولم يروب ربيبه لكن أذل القوم بالآراء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول
പടച്ചവനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. 4000 പകരമായിട്ട് പടച്ചവനെ പതിരീങ്ങളുടെ കാവൽ കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ കലണ്ടർ ദിൽദാർ അൽഹംദുലില്ലാ 5 രൂപ അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാഹ്. അസാദുകൾ പടച്ചവനെ ആവേശത്തോടെ വിളിക്കുകയാണ്. നഷ്ടമാ നഷ്ടമാ എന്നൊരു ചിന്തയില്ല പള്ളിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന പാവങ്ങളാണ്. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. അവരുടെ കച്ചവടത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഈമാൻ കൊടുക്കണേ അല്ലാഹ്. പതിരീങ്ങളുടെ കാവൽ കൊടുക്കണേ അല്ലാഹ്. മറന്നുപോയ കുടുംബാദികളോ മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ അവരുടെ മണിയറയാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. സ്വീകരിക്കട്ടെ 5000 5500 ആരാറിന് ഞാൻ പറഞ്ഞു ആയത്തുൽ കുർസിയ ഉമർ ഷാർജ 5500 രൂപ 5500 രൂപ. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാഹ്. ഇത് പള്ളിക്ക് വേണ്ടിയാ ഒരു രൂപ പോലും ഞാനോ തങ്ങളോ ആരും എടുക്കണില്ല. പള്ളിയുടെ വരുമാനത്തിനാ. അല്ലാഹുവേ വിദേശത്തുള്ള സാധുവായ സഹോദരനാണ്, ഷാർജയിലുള്ള സഹോദരനാണ്. 5500 രൂപയാണ്. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സിറ്റിസൺ 7777 രൂപ. ഞാൻ പറഞ്ഞു ആ പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ പങ്കെടുക്കട്ടോ. 86 അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ നിയാസ് എന്ന് പറയുന്ന സഹോദരനാണ്. 7786 രൂപ. ഈ ആയത്തുൽ കുർസിയുടെ പരിപൂർണ്ണ പ്രതിഫലങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൊടുക്കണേ അല്ലാഹ്. നാദാ മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറു വിശാലമാക്കണേ അല്ലാഹ്. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ ദിൽദാർ 10000 അൽഹംദുലില്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്. സുർമരിഹൽ മുസ്തഫ വാസിദ് ഇഖാമതം ബിഹി സുർതഹാമി സാദിയൻ അൽ ഖൽബിക സിൽസാലിസാൽ. പടച്ചവനെ ദിൽദാർ എന്ന് പറയുന്ന സഹോദരനാണ്. അൽഹംദുലില്ലാഹ് 10000 രൂപ. നാദാ കബൂലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. ക്യാൻസർ കൊടുക്കല്ലേ അല്ലാഹ്. ട്യൂമർ കൊടുക്കല്ലേ അല്ലാഹ്. ആയത്തുൽ കുർസിക്കാണ് പടച്ചവരെ നീ പൊരുത്തം കൊടുക്കണേ അല്ലാഹ്. പതിരീങ്ങളുടെ കാവൽ കൊടുക്കണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്.